തീപിടിച്ചോറിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കേരളത്തിലെ തെരുവുകളിൽ നോട്ടീസ് വിതരണം ചെയ്ത് മൈക്കിലൂടെ സുവിശേഷ വേല നടത്തിയ ജോപ്പൻ കളത്തറ ബ്രദർ, ദൈവം അദ്ദേഹത്തെ അമേരിക്കയിലെത്തിച്ചു. അമേരിക്കയിൽ ചെന്നപ്പോഴും അദ്ദേഹത്തിന് വലിയൊരാഗ്രഹം, പള്ളിക്കകത്ത് വരുന്നവരോട് മാത്രമല്ല സുവിശേഷം പറയേണ്ടത്, മറിച്ച് കർത്താവ് പറയുന്നതനുസരിച്ച് നിങ്ങൾ ലോകമെങ്ങും പോയി, നിങ്ങൾ പുറത്തേക്ക് പോയി തെരുവിൽ കാണുന്നവരോട്, അവിടെയുള്ളവരോട് സുവിശേഷം പറയാൻ കർത്താവിൻ്റെ ആഹ്വാനം ഹൃദയത്തിൽ ഏറ്റെടുത്ത ജോപ്പൻ ബ്രദർ 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ കർത്താവിൻ്റെ സുവിശേഷവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. എവിടെ? അമേരിക്കയിൽ, ചിക്കാഗോയിൽ. അവിടെ വെച്ച് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ദൈവം ഇടപെട്ട ഒത്തിരിയേറെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. പല വിധത്തിലുള്ള കഷ്ടതകളിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി. അവിടെയെല്ലാം ദൈവത്തിൻ്റെ അതിശയകരമായ പരിപാലന അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായി. നമുക്ക് ആ അനുഭവങ്ങളിലേക്ക് വീണ്ടും കടന്നു വരാം. ബ്രദറെ, ഈ 2ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അമേരിക്കയിൽ ചെന്ന് അവിടെയും ചെന്ന് സുവിശേഷ വേല ആരംഭിക്കുവാനായിട്ട് ദൈവം അങ്ങയെ സഹായിച്ചു. അത്തരം അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാം. അമേരിക്കയിൽ നമ്മൾ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ വലിയ സാമ്പത്തികമായിട്ടല്ലല്ലോ ഇവിടുന്ന് ചെല്ലുന്നത്. അപ്പം നമ്മൾക്കവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് കാറില്ല, സ്വന്തമായി വീടില്ല. ആദ്യം ചെല്ലുമ്പോഴേ ഒരു വാടകയ്ക്കിട്ട് വീടെടുക്കണം, ജോലിയാകത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ചെരുപ്പ് പോലും നല്ലതില്ല. അപ്പം ഞാൻ ഒരു കടയിലേക്ക് ഞാനും എൻ്റെ ഒരു കൊച്ചുകൂടം പോകുമ്പോൾ ഒരു വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ നടന്ന്, അവിടെ എല്ലാവരും കാറയിലാണ് പോകുന്നത്, വള്ളിച്ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഒരു കടയിലോട്ട്, ഇച്ചിരി അകലെയുള്ളൊരു കടയിലോട്ട് പോവുക. പക്ഷെ അന്നേരവും ഞാൻ കർണക്കൊന്ത ചൊല്ലിയാണ് പോകുന്നത്. ഈ രാജ്യത്തുള്ള ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം കടയടുക്കാറായപ്പം തന്നെ കാല് പൊട്ടി എൻ്റെ. പക്ഷേ നമുക്ക് അവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറാനോ അതിൻ്റെ കാർഡ് ഉപയോഗിക്കാനോ ഇതൊന്നും അന്ന് അറിയില്ല. തുടക്കമാണ്. അപ്പോൾ വളരെ വിഷമിച്ചു. തിരിച്ചു വരാനായിട്ട് ഭയങ്കര കാലിന് വേദന. എങ്കിലും ബ്രദറെ, ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ട് പരാതി പറയാതെ നമ്മൾ മടങ്ങി ഈ കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാനും കൊച്ചുകൂടെ പോകുന്നു. അവിടെ നിന്ന് ദൈവം പിറ്റേ ദിവസം എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ ഒരു ബന്ധുവായ സഹോദരൻ, അദ്ദേഹം പിറ്റേ ദിവസം ഒരു പഴയ വണ്ടി കൊണ്ട്, ഞാൻ ആവശ്യപ്പെട്ടില്ല, ഒന്നും ചോദിച്ചില്ല, ഒരു പഴയ വണ്ടി കൊണ്ട് തരുകയാണ്. അതിലൂടെയാണ് പിന്നെ അവിടുന്ന് ദൈവം എന്നെ ഉയർത്തുന്നത്. അപ്പോൾ നമ്മൾ അതിന് പിന്നിൽ കേരളത്തിൽ വെച്ചൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ ഈ ഈശോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, മാനസാന്തര അനുഭവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ മെത്തയല്ല നമുക്ക് കിട്ടുന്നത്. ഇന്ന് പലവരും ഈ കർത്താവ് വിളിച്ചിട്ട് പോലും പലവരും ഇന്ന് ശുശ്രൂഷകരെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, പല പ്രതിസന്ധികൾ വന്നപ്പോൾ. ഇപ്പോൾ ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഞാൻ അറിയുന്നത് പല ശുശ്രൂഷകരും ഈ ശുശ്രൂഷ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരു ഭക്തയായ സ്ത്രീ പാടി, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനാം അന്ത്യാശ്വാസം വരെയും. ഒരു വിശ്വാസിക്ക് മാത്രമേ, ഒരു ശരിയായ വിശ്വാസിക്ക് മാത്രമേ ക്രൂശെ നോക്കി ഇങ്ങനെ അന്ത്യം വരെയും യാത്ര ചെയ്യാൻ പറ്റൂ. കറക്റ്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മനുഷ്യരെ നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇത് ഉപേക്ഷിച്ചെന്ന് വരും. അതിൻ്റെ വേറൊരു കാര്യം ഉണ്ട് ബ്രദറെ. ചില ശുശ്രൂഷകരെ ഞാൻ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കഥ ഞാൻ പറയാം. ഒരിക്കലൊരു യജമാനൻ്റെ പട്ടി
കള്ളനെ കണ്ടുകൊണ്ട് കുരയ്ക്കുന്നുണ്ട്. അപ്പം പാതിരാത്രി ആയപ്പോൾ യജമാനൻ ചാടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ടോമി നിർത്തുന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം ഈ പട്ടിയോട് യജമാനൻ പറഞ്ഞിട്ടും കുര നിർത്തുന്നില്ല. എന്നാ നീ കുരയ്ക്കടാന്ന് പറഞ്ഞ് യജമാനൻ അകത്തോട് കയറിപ്പോയി. അപ്പം ഈ പട്ടികൾക്കൊരു കുഴപ്പമുണ്ട്. ഒരു പട്ടി കുരച്ചാൽ അയലോക്കത്തുള്ള പട്ടി എന്ത് ചെയ്യും? കുരയ്ക്കും. അപ്പോൾ അയലോക്കത്തുള്ള പട്ടിയും കുര ആരംഭിച്ചപ്പോൾ ആ അയലോക്കംകാരൻ യജമാനൻ എണീറ്റിട്ട് പറഞ്ഞു, ടോമി നിർത്താൻ പറഞ്ഞു. അന്നേരം ആ പട്ടി കുര നിർത്തി. അപ്പുറത്തെ ഉടമസ്ഥൻ്റെ പട്ടിയും ഈ പട്ടിയുടെ കുര കേട്ട് കുരയ്ക്കുക. ആ യജമാനന് എണീറ്റപ്പം അവനോട് കുര നിർത്താൻ പറഞ്ഞപ്പോഴേ നിർത്തി. പക്ഷെ ആദ്യത്തെ ഈ ടോമി എന്ത് ചെയ്യുന്നു? കുരച്ചുകൊണ്ടിരിക്കുക. കാരണം എന്നാ? ഈ പട്ടി നോക്കുമ്പോൾ വാഴക്കൂട്ടത്തിൽ കള്ളൻ ഇരിക്കുന്നത് കണ്ടോണ്ടാണ് കുരയ്ക്കുന്നത്. മറ്റേ പട്ടിയൊക്കെ എന്നാ സംഭവിച്ചേ? കുര കേട്ട് കുരച്ചവരാ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങ് പറയുന്നത് ഈ കുര കേട്ട് കുരയ്ക്കുന്നവരൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോ. ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹമറിഞ്ഞ് നിത്യതയെക്കുറിച്ചൊരു ബോധ്യം കിട്ടിയ ഒരു വ്യക്തി പോലും പ്രതികൂലമോ പ്രതിസന്ധിയോ എന്തു പ്രശ്നമുണ്ടായാലും ഈ സ്നേഹത്തിൽ നിന്ന്, അതുമല്ല പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആരും വേർപെടുത്തും. അതാണ്. അവിടെ RSSകാരൻ വന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ പറയുമോ? ക്രിസ്തുവിനെ അറിയത്തില്ലെന്ന് പറയുമോ? ഇല്ല. അങ്ങനെ RSSകാർ ഏറിയായി പോയി പരസ്യ യോഗം ചെയ്തിട്ടുണ്ടേ കേരളത്തിൽ വെച്ച്. അതെവിടെയായിരുന്നു? അത് നമ്മുടെ ഈ നീണ്ടൂരപ്പുറം ഒക്കെ ഉള്ള ചില സ്ഥലങ്ങളിൽ. എന്നോട് പലരും പല ഇത് പറഞ്ഞിട്ടുണ്ടേ. അവൻ്റെ മുമ്പിൽ ഞാൻ പേടിക്കത്തില്ല. കാരണം എനിക്ക് വാസ്തവത്തിൽ ബ്രദറെ, ക്രൈസ്തവരായിട്ടുള്ള സുവിശേഷകര് അവർ സുവിശേഷം പറയുന്നത് എന്താണ്? സ്നേഹത്തിന്റെ സുവിശേഷമല്ലേ പറയുന്നത്. അല്ലാതെ കൈവെട്ടാനോ കാല് വെട്ടാനോ തല കൊയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള വാർത്തകളൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ ആർക്കെന്ത് ചെയ്തോ, നമ്മളിവിടെ ആരെയും മതം മാറ്റിക്കാനോ അല്ലെങ്കിൽ വർഗീയത വളർത്താനോ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാനോ ഒന്നുമല്ല. മറിച്ച് മനുഷ്യരെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം കൊള്ളാവുന്നവരാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ പലവരോടും പറഞ്ഞിട്ടുണ്ട്. ചില ഹൈന്ദവ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്രേ ആഗ്രഹമുള്ളൂ. വാസ്തവത്തിൽ ഈ സുവിശേഷ വേലയിലൂടെ എന്താണ് സംഭവിക്കുന്നെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ പാവങ്ങൾ ഇതിനെ എതിർക്കാൻ വരുന്നത്. വാസ്തവത്തിൽ ഇതിലൂടെ ഉണ്ടാകുന്ന നന്മകളെ കുറിച്ച് അവർ അല്പമെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവരും കൂടെ കൂട്ടത്തിൽ കൂടിയേനെ ഒരു പക്ഷെ. ഇപ്പം ചെങ്കളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷാജി ഹൈന്ദവനാണ്. അവൻ ഭയങ്കര മദ്യപാനിയാണ്. 2 പെൺകുഞ്ഞുങ്ങൾ. ഒരു ദിവസം അവൻ ഗ്യാസ് തുറന്നു വിട്ടിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് തീ കത്തിച്ച് അവരെല്ലാം കൂടി ചാകാൻ തുടങ്ങിയതാണ്. ദൈവകൃപയാൽ അത് അവിടുന്ന് രക്ഷപ്പെട്ട് അവനെ അവിടുത്തെ ഞങ്ങളുടെ ദേശത്തുള്ള ഡോക്ടർ കുമാർ എന്ന് പറയും. അദ്ദേഹം ഈ ഷാജിയോട് പറഞ്ഞത്, ഇവൻ ഭയങ്കര മദ്യപാനി നടത്തിക്കൊണ്ട് നീ 6 മാസത്തേക്ക് ജീവിച്ചിരിക്കുള്ളെന്നാണ് പറഞ്ഞു. ഇവൻ്റെ ഹൈന്ദവ സഹോദരനുമാണ്. ഇവനെ നമ്മൾ ഡിവൈനിൽ അന്ന് പറഞ്ഞു വിട്ടു. അപ്പം നമ്മുടെ ഇത്രയോ ആഗ്രഹമുള്ളൂ, ഇവനെ മതം മാറ്റാനല്ല, ഇവൻ്റെ ഈ കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഡിവൈനിൽ പോയി അദ്ദേഹം വന്നു, മാനസാന്തര അനുഭവത്തിൽ വന്നു. പിന്നീട് അദ്ദേഹം പെന്തിക്കോസ് സഭയിലേക്ക് മാറി. ഇന്ന് കർത്താവിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളും വളർന്നു. അവരെ വിവാഹത്തിലേക്ക് പ്രവേശിപ്പിച്ചു. നല്ല കുടുംബജീവിതം അതുങ്ങൾ നയിക്കുന്നു. ആരോഗ്യത്തോടെ ഇന്ന് വർഷങ്ങൾ എത്രയായി? 10-20 വർഷമായി. 6 മാസം പറഞ്ഞതാണ്. ഇന്ന് സുഖമായിട്ട് അദ്ദേഹം 6 മാസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് 20 വർഷം കഴിഞ്ഞ് ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുക. അതെ, ഇന്ന് തികഞ്ഞൊരു വിശ്വാസിയായിട്ട്. അപ്പം അതാണ് നമുക്ക് സന്തോഷം. അപ്പം പറഞ്ഞു വന്ന ബ്രദറെ, നമ്മളുടെ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് പ്രതിസന്ധിയും പ്രതികൂലം ഉണ്ടായി. പക്ഷെ അവിടെ എല്ലാം വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവനെ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 8,000 രൂപ മതി ഡിസ്ചാർജ് ചെയ്യാൻ. ആ 8,000 രൂപ എൻ്റെ കയ്യിൽ ആകെ 2,000 രൂപയുള്ളൂ. ബാക്കി കാശില്ല.
ഇറക്കാൻ. എൻ്റെ ബിസിനസ് ആണെങ്കിലും ഒക്കെ വളരെ പുറകോട്ടാണ്. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ഞാനും വൈഫും ഇരുന്ന് കരഞ്ഞു. ദൈവം അതിനുള്ള വഴി എനിക്ക് തുറന്നു തന്നു. അങ്ങനെ കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോരായിടയായി. അപ്പോൾ എൻ്റെ ഈ സുവിശേഷ യാത്രയിൽ പ്രതിസന്ധിയും പ്രതികൂലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം തളർന്നു പോകാൻ അനുവദിച്ചില്ല. അത് തളർന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകാൻ അത് കാരണമായിട്ടുമുണ്ട്. കാരണം ദൈവം നടത്തുന്ന ഈ വഴികളൊക്കെ നമ്മൾ കാണുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ദൈവം നമുക്കുണ്ടെന്നും അവൻ നമ്മുടെ കൂടെയുണ്ടെന്നും അവൻ നമ്മളെ സഹായിക്കുമെന്നും പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കൈപിടിച്ച് നമ്മളെ മുന്നോട്ട് നടത്താൻ ഈ ദൈവം നമുക്ക് മതിയായവനാണെന്നുമുള്ള ഒരു ബലം നമ്മുടെ അകത്ത് വരികയാണ്. ഞാനൊരിക്കൽ ഒരു ചിങ്ങവനത്തൊരു സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് ഞാനും ഒരു പ്രായം ചെന്ന അച്ചായനും കൂടി പോയി. അപ്പോൾ ഞങ്ങൾ പോയി തിരിച്ച് വരുന്ന ലേറ്റായിപ്പോയി. എൻ്റെ വീട്ടിലോട്ട് അന്ന് ലാസ്റ്റ് KSRTC ബസ്സാണ്. 9:30 മണിക്കാണ്. ഞങ്ങൾ ടൗണിൽ വരുന്ന ഈ 9:30-ക്ക് 5 മിനിറ്റ് മുമ്പ് കോട്ടയം ടൗണിൽ എത്തി. പക്ഷേ ഞങ്ങൾ ഓടി എത്തുമ്പോൾ ഈ വണ്ടി വിട്ടുപോയി. അപ്പോൾ എൻ്റെ വീടും കോട്ടയവും ഒരു 9 കിലോമീറ്ററോളം വ്യത്യാസത്തിലാണ്. നമ്മളവിടെ അസ്വസ്ഥത പറഞ്ഞില്ല. നമ്മുടെ കയ്യിൽ ഓട്ടോ പിടിച്ചു പോകാൻ വണ്ടിക്കൂലിയില്ല. വീട്ടിൽ ചെന്നാൽ ഓട്ടോ കൂലി കൊടുക്കാനുമില്ല. ഞാൻ പറഞ്ഞു, ജോസേട്ടാ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കാമെന്ന് പറഞ്ഞു. കാരണം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് നമ്മൾ പോയതാണ്. ഞങ്ങൾ ആ സഹനം അനേക ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, അനേക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് 9 കിലോമീറ്റർ നടന്ന് ഒരു 2-3 മണിയായപ്പോഴാണ് വീട്ടിൽ ചെന്ന് കയറി. കാലിന് ഭയങ്കര വേദനയുണ്ട് നടന്നു പോയതിൻ്റെ. പക്ഷെ അതെല്ലാം ദൈവരാജ്യത്ത് വ്യാപ്തിക്ക് വേണ്ടി കാഴ്ച നമ്മൾ സന്തോഷമായിട്ട് എടുക്കുക. സന്തോഷമായിട്ട് എന്തൊന്നും പരാതിയോ ഒന്നുമില്ല. നന്ദി പറഞ്ഞുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ വേദന കാഴ്ചവെച്ചപ്പം ബ്രദറെ സംഭവിച്ചതിനാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പഴയ സ്കൂട്ടർ ഒരു ചെറിയ വിലയ്ക്ക് ഒരു മനുഷ്യൻ തരാൻ ദയ തോന്നി. പിന്നെ സ്കൂട്ടറല്ല നമ്മുടെ സ്കൂട്ടറിൽ കാണുന്ന കൺവെൻഷനുകളിലെല്ലാം ആ സ്കൂട്ടറിൽ ഓടാൻ തുടങ്ങി. പിന്നെ നമ്മൾക്ക് ദൈവം വിശ്വസ്തനല്ലേ. ആ ദൈവത്തോട് നമ്മൾ കമ്മിറ്റ്മെൻ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് കമ്മിറ്റ്മെൻ്റ് എടുക്കും. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് വെച്ചിരിക്കും ബ്രദറെ. നമ്മൾ വിശ്വസിക്കുക, നീ മഹത്വം കാണും. അത് ചിലവരിൽ ഇന്നത്തെ ഒരു പ്രശ്ന ശുശ്രൂഷയിലാണെങ്കിൽ പോലും പിശാചിൻ്റെ വലിയൊരു തന്ത്രം നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുക. ഏത് വിശ്വാസം? നമുക്ക് ചിലപ്പം ഒരത്ഭുതം നടന്നാ, പക്ഷേ അടുത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പിന്നെ നടന്നു പോകും. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ പോലെയാണ്. മന്ന പൊഴിഞ്ഞ് കിട്ടി, കടപക്ഷിയെ കിട്ടി, മാറായിലെ വെള്ളം മധുരമുള്ളതായി മാറി. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അടുത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ പിന്നെയും കരച്ചില്ല, പിന്നെയും പരാതിയാ. അത് ഇന്നത്തെ ശുശ്രൂഷകരിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മളെ വിളിച്ചതെയും വിശ്വസ്തനാ. ഏത് വലിയ പ്രതിസന്ധിയിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായാൽ പിറ്റേ മാസം പ്രസവിച്ച ചരിത്രമുണ്ടോ? ഇല്ല. അല്ല, അങ്ങനെ പ്രസവിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അവള് ആ ഗർഭമായെന്നറിയുമ്പോൾ തന്നെ ഒത്തിരി സഹനങ്ങളുണ്ടായി. വൊമിറ്റ് ചെയ്യും, നല്ല ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല, ഒത്തിരി ഉണ്ടായി. 9.5 മാസം വെയിറ്റ് ചെയ്യണം അല്ലേ? അതുമാണ് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. 16 അധ്യായം 24 തൊട്ട് വായിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ അസ്വസ്ഥതകളുണ്ട് അവൾക്ക്. പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ വേദനയും മറന്നുപോകും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരു സുവിശേഷകന് ജീവിതയാത്രയിൽ ഭൗതികമായ ചില ആവശ്യങ്ങളിൽ വലിയ പ്രതിസന്ധി അവൻ കുഴഞ്ഞു നിൽക്കാം. അതല്ല, പത്രോസ് വലയെറിഞ്ഞു, രാവിലെ മുതൽ രാത്രി വരെ എറിഞ്ഞു. എക്സ്പീരിയൻസ് ഉള്ള ആളാ. ഒരു ഊപ്പയെ പോലും കിട്ടിയില്ല. അപ്പോഴാണ് ഈശോ കടന്നു ചെല്ലുന്നത്. അവൻ്റെ ബുദ്ധി, അവൻ്റെ സകലതും തളർന്നപ്പോഴാണ് ഈശോ കടന്നു ചെല്ലുന്നത്. അന്നേരവും വലത്തോട്ട് എറിയാൻ പറയുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ രാവിലെ തൊട്ട് പിടിക്കാൻ തുടങ്ങിയതാ, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു വന്നിക്കുക. വീണ്ടും കർത്താവ് പറയുക, നീ വലത്തോട്ട് എറിയുക. അന്നേരം 153 എണ്ണം ഇവൻ്റെ വലയെ കയറിയെന്ന. അതിൻ്റെ ഒരു ആത്മീയ മർമ്മം, ഇവൻ്റെ ജീവിതയാത്രയിൽ
വലയ്ക്കകത്ത് നിറച്ച് കയറിയിട്ടുണ്ട്. എൻ്റെ ഒരു ചിന്ത കേട്ടോ, ആ കയറിയതൊക്കെ ഒരെണ്ണമായിരിക്കാം, അല്ലെ 2 ഇനം, ഒന്നെങ്കിൽ സ്രാവ് അല്ലെങ്കിൽ മത്തി, ഏതെങ്കിലും ഇനത്തിൽപ്പെട്ടത് 2 ഇനം നിറഞ്ഞു കയറിയിട്ടുള്ളൂ. അന്നത്തെ പ്രത്യേകത, തളർന്ന ദിവസത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ 153 ഇനം ഉള്ളൂ ആ കടലിൽ സൃഷ്ടിക്കപ്പെട്ടെന്ന്. ആ 153 ഇനവും ഇതിനകത്ത് കർത്താവ് കയറ്റിക്കൊടുത്താണ്. അപ്പോൾ നമ്മളൊരു കർത്താവ് വിളിച്ച് വേറെ തിരിക്കപ്പെട്ട ഒരു ശുശ്രൂഷകൻ, അവൻ്റെ റേഞ്ച് സകലമാന അതല്ല കർത്താവ്, നിങ്ങൾ പോയി സകല ജാതികളോടൊന്ന് ഇല്ലേ. അപ്പോൾ ആ അനുഭവത്തിലേക്ക് അവൻ പോകുമ്പോൾ സുവിശേഷ മേഖലയിൽ അവനെ കർത്താവ് അവൻ്റെ വയലുകൾ വിശ്രതമാക്കുന്ന ഒപ്പം ഭൗതികമായ മേഖലകളിലും തളർന്നതിൽ നിന്ന് ദൈവം അവനെ കരകയറ്റും. അതിൻ്റെ അടയാളമാണ് ഞാൻ. അത് പറയുമ്പോൾ ഇന്ന് അനേകരുടെ ഒരു ധാരണയുണ്ട്, ഈ ഒരുവൻ ക്രിസ്തുവിലായാൽ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ എന്നും ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടതയും ഒക്കെയാണെന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ വളരെ തെറ്റായ ഒരു എൻ്റെ ബ്രദറെ, അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അയ്യോ, അത് തെറ്റാ. അങ്ങനെ അവരുടെ മൈൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്കൊരിക്കലും അതിൽ നിന്ന്, ഈ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കിടക്കാനും പറ്റുന്നില്ല. അത് ചിലവരുടെ ടീച്ചിങ്ങും അങ്ങനെയാണ്. അതായത് ജോബിൻ്റെ കഷ്ടത എടുത്ത് പ്രസംഗിക്കും, അല്ലെങ്കിൽ നമ്മുടെ അൽഫോൻസാമയുടെ കഷ്ടത പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും. ഇങ്ങനെ ആയിരിക്കണം സ്വർഗത്തിലോട്ട് പോകുന്നെന്ന്. ഇത് സാധാരണ ജീവിതം നയിക്കുന്ന, കുടുംബജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആപ്ലിക്കബിൾ അല്ല. ഇത് അല്ല. അതാണല്ലോ നമ്മുടെ വാക്കിന് ശക്തി ഉണ്ടല്ലോ. സീറോ ഫിനാൻഷ്യൽ വംശത്തിൽപ്പെട്ടവളോട് പറഞ്ഞു തന്നെ, നിന്റെ വാക്ക് മൂലം പൊക്കോളാൻ, അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള, അത് ജോബിന് കൊടുത്ത സകലമാണ്, അത് അൽഫോൻസാമയ്ക്ക് കൊടുത്ത സാധന, അതെനിക്ക് തരേണ്ട കാര്യമില്ല. ഞാൻ കർത്താവ് പറഞ്ഞു തന്നെ, നമ്മളെ വിളിച്ച കർത്താവ് എന്താ ചെയ്തേ? ആ കർത്താവ് മേൽത്തരമായിട്ട് അനുഗ്രഹിക്കുക. എത്രയോ ഭാഗങ്ങളിൽ കാണാം, അല്ലേ? മേൽത്തരമായി അനുഗ്രഹിക്കും. അപ്പോ ശരിക്കും ഇത് ബ്രദറിന്റെ ജീവിതം ഇതിനൊരു സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും. ഇന്ന് അമേരിക്കയിലുള്ള 10-35 വർഷം ഉള്ള മുമ്പ് ചെന്ന എൻ്റെ സ്നേഹിതർ പറയും, ഇന്നലെ വന്ന നീ ഇത്രത്തോളം ഞങ്ങൾക്ക് പോലും സാധിക്കാത്ത വിധത്തിൽ നീ ഇത്ര ഉയരാൻ കാരണം എന്നാന്ന്. ഇന്നവർ എന്നോട് ചോദിക്കും. ഇതിനെല്ലാം നിമിത്തം എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും, അത് തെറ്റായ ഒരു ചിന്തയാണ് ബ്രദറെ. നമ്മൾ സുവിശേഷ മേഖലയിൽ ഒരുത്തം വന്നാൽ അവൻ ദാരിദ്ര്യം ഒന്നുമില്ലാതെ കിടക്കുകയുള്ളെന്ന്. അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. അത് നമ്മൾ വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിക്കണം. നമ്മളുടെ കാഴ്ചപ്പാട് എന്നതാ. ഇങ്ങനെ അൽഫോൻസാമ ജീവിച്ച് മരിച്ചതുപോലെ ഞാനും ആകാമെന്ന് ചിന്തിച്ചാൽ അവൻ അപ്രകാരം പോവും. ഇല്ല, എനിക്ക് വിടുതലുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, എന്നെ എൻ്റെ കർത്താവ് ഉയർത്തും. അങ്ങനെ ലക്ഷ്യം വെച്ച്, ഉയരങ്ങളിൽ ലക്ഷ്യം വെച്ച് നമ്മൾ പോകണം. അപ്പം ദൈവം ആത്മീയമായും ഭൗതികമായും നമ്മൾ അതുപോലെ ഉയർത്തും. ഇന്ന് വരെ എന്നെ കർത്താവ് അങ്ങനെയാണ് ഉയർത്തിയത്. അത് ദൈവം അതുപോലെയുള്ള നിരവധിയായ സന്ദർഭങ്ങൾ ബ്രദറിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ അനുവദിച്ചല്ലേ? തീർച്ചയായിട്ടും. ഈ അമേരിക്കയിൽ ചെന്നപ്പം അവിടുത്തെ സുഖഭോഗങ്ങളിൽ അല്ലെങ്കിൽ അവിടുത്തെ ആഡംബരങ്ങളിൽ ഇതിലൊന്നിലും ബ്രദർ വീണുപോയില്ലല്ലോ? ഇല്ല. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് സമ്പത്തൊക്കെ വർദ്ധിച്ചാൽ പിന്നെ അവനെ പിന്നെ ദൈവത്തിന് കിട്ടത്തില്ല, അതൊക്കെ എത്ര റോങ് ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ്. ആ ഒരു ചിന്താഗതി എത്രയോ തെറ്റാ. കാരണം സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കുകയും സമ്പത്തില്ലാതാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല. പറ്റത്തില്ല. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ 2 ഇരുമനസ്സുള്ളവനൊന്നും ലഭിക്കപ്പെടുന്നില്ലല്ലോ. അത് ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നതല്ല. നമ്മൾ വിളിച്ചു ഇറങ്ങിയെങ്കിൽ ആ ഇറക്കം അന്ത്യം വരെയും. അമേരിക്കയിൽ ചെന്ന് നമ്മുടെ സ്ഥിതിയൊക്കെ മാറി, സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടായി, ഒത്തിരി നന്മകളുണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നിന്ന് അണുവിടയ്ക്ക് അങ്ങ് വ്യതിചലിച്ചിട്ടില്ല. ഇല്ല. എനിക്ക് കർത്താവുമായിട്ടല്ലേ ബന്ധം. എൻ്റെ അമ്മയും അപ്പനേക്കാൾ ബന്ധം, എൻ്റെ സ്നേഹിതരെക്കാൾ ബന്ധം കുപ്പത്തൊട്ടിയിൽ നിന്ന് എന്നെ വിളിച്ച് ഒരു മെഡിസിനും മറ്റാർക്കും രൂപപ്പെടുത്താൻ സാധിക്കാത്ത എന്നെ ഇതുപോലെ രൂപപ്പെടുത്താൻ സാധിച്ചത് എന്നെ വിളിച്ച കർത്താവാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ സുവിശേഷ വേല ധനസമ്പാദനത്തിനുള്ള ഒരു മാർഗമായിട്ട് മാറ്റിയോ എന്നുള്ള ഒരു ചോദ്യം ചിലർക്ക് ഉന്നയിക്കാൻ സാധ്യതയുണ്ട്.
അത് ഓരോരുത്തർക്കും പല അഭിപ്രായം പറയാമല്ലോ ബ്രദറെ. ഇപ്പം ആർക്ക് വേണേലും ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അമ്മയെ തല്ലിയാൽ 2 അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? അത് ചെയ്തത് നല്ലതെന്നും തെറ്റെന്നും പറയുന്നില്ലേ? എന്ന് പറഞ്ഞതുപോലെ ചിലവരുടെ കാഴ്ചപ്പാടിൽ സുവിശേഷ മേഖലയിലൂടെ കാശുണ്ടാക്കുന്നുവെന്ന് ചിലവർ പറയാം. അത് നമുക്ക് തിരുത്താനൊക്കത്തില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡാണല്ലോ വലുത്. തീർച്ചയായിട്ടും അതാണ് മെയിൻ. ഞാൻ കർത്താവിൻ്റെ ഏത് സ്നേഹത്തിലാണ്, കർത്താവിനോട് എന്ത് സ്നേഹത്തിലാണ് എൻ്റെ പെരുമാറ്റം, പ്രവർത്തനം, നിങ്ങൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതുകൊണ്ട് നമ്മൾക്ക് ബന്ധം 1-ാം സ്ഥാനം കർത്താവുമായിട്ട്, 2-ാം സ്ഥാനം ജീവിത പങ്കാളി, മാതാപിതാക്കൾ, അങ്ങനെയുള്ളവരുമായിട്ട്, അവിടെ കൂട്ടുകാർ. അല്ല, അമേരിക്കയിൽ പാർട്ടി നടത്തുന്നവരുണ്ട്, അവിടെ ബേസ്മെൻറ്റുകളിൽ ബാറുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്. എനിക്കും ഒത്തിരി ഫ്രണ്ട്ഷിപ്പുണ്ട്. പക്ഷേ എനിക്ക് കർത്താവുമായിട്ടാണോ ബന്ധം എങ്കിൽ അവരുടെ വൈനോ അവരുടെ ബിയറോ അടിക്കാൻ ഞാൻ പോകത്തില്ല. അമേരിക്കയിൽ പോയിട്ട് മദ്യപിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ഞാൻ കർത്താവിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ ഇടയ്ക്കൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ 95-ൽ അങ്ങ് ഡിവൈനിൽ ധ്യാനം കൂടിയപ്പോഴാണല്ലോ മദ്യപാനം നിർത്തുന്നത്. അതെ. പിന്നീട് എപ്പോഴെങ്കിലും മദ്യപിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടുകയോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് പോകാൻ ദൈവം എന്നെ ഇടയാക്കി. ഒരിക്കൽ പോലും ഈ അമേരിക്കയിലേക്ക് ചെന്നതിന് ശേഷം പല പാർട്ടികൾ ഉണ്ട്. ഒന്നും വേണ്ടല്ലോ, ഫ്ലൈറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ 10-22 മണിക്കൂറുണ്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ കൊച്ചി വരണമെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം അവർ സപ്ലൈ ചെയ്യാം. ആരും സുവിശേഷകർ വേറെ ആരും ഫ്ലൈറ്റായില്ല. നമുക്ക് വേണമെങ്കിൽ കഴിക്കരുത്. പക്ഷേ നമ്മെ അറിയുന്ന, അതാ സങ്കീർത്തനം 52:3 പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ ദൈവം നോക്കുന്നു. അപ്പം എൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ബിനോയ് ബ്രദറിനെയോ മറ്റുള്ളവരെ അല്ലല്ലോ നമ്മൾ എന്നാ പറയുന്നത്, അവരുടെ മുമ്പിലല്ലല്ലോ നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. അവരെ കാണിക്കാനല്ലല്ലോ. എനിക്ക് മരണശേഷം ഒരു ശാശ്വതമായ രാജ്യത്തിൽ എത്തണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ നടക്കുന്നത്. അപ്പം എനിക്ക് ഇത് ഉച്ഛിഷ്ടം പോലെ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് അമേരിക്കയിലെയോ എവിടെയാണേലും അങ്ങനെ ഒരു കല്യാണ പാർട്ടി വരുമ്പോൾ എൻ്റെ സ്നേഹിതർ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവരോട് സുവിശേഷം ഞാൻ പറയും. അവരോട് ഞാൻ കേട്ട ഈ വചനം തന്നെ അവരോട് പറയാറുണ്ട്. അല്ലാതെ അവരോടൊപ്പം ഞാൻ ചേർന്ന് കുടിക്കാറില്ല. ബ്രദർ, അമേരിക്കയിൽ ചെന്നതിന് ശേഷവും ഈ തെരുവിലുള്ള ശുശ്രൂഷയ്ക്കാണല്ലോ അങ്ങ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ. ഈ അങ്ങൊരു പെന്തക്കോസ്ത് വിശ്വാസിയാണെന്നൊക്കെയുള്ള ഒരു ധാരണ മലയാളികൾക്കെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ സഭയോട് ചേർന്ന്, വൈദികരോട് ചേർന്ന് വേണം കത്തോലിക്കരായിട്ടുള്ള ആൾക്കാർ സുവിശേഷ വേല ചെയ്യുവാനായിട്ടൊന്നും. അങ്ങ് അവിടെ തെരുവിൽ പോയി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇങ്ങനെ ആരോടും ചേർന്നൊന്നും അല്ല ചെയ്യുന്നുള്ളത് അറിയാം. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ സഭയോട് ചേർന്ന് വേണ്ടേ എന്നും ശുശ്രൂഷ ചെയ്യുവാനായിട്ട്? അതെ, സഭയോട് ചേർന്ന് വേണം. സഭയുടെ നേതൃത്വം അല്ലെ, സഭയുടെ സ്ഥാപകനായ കർത്താവല്ലേ പറഞ്ഞേ, നിങ്ങൾ പോയി ലോകമെങ്ങും സുവിശേഷം അറിയിക്കുക. അപ്പം ആ അറിയിപ്പ് നമ്മുടെ സഭയോട് ചേർന്ന് തന്നെ നിന്ന് ചെയ്യുന്നത്. പിന്നെ സഭാ സംവിധാനത്തിൽ തീ പിടിച്ചു നിൽക്കുന്ന ആത്മായ സഹോദരങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഡിവൈൻ്റെ ഒരു കാലഘട്ടത്തിലെ ശുശ്രൂഷ എങ്ങനെയായിരുന്നു? ഈ കുപ്പത്തൊട്ടിയിൽ കിടന്നവൻ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ അവനെ പനക്കിലച്ചനും, ബഹുമാനപ്പെട്ട പനക്കിലച്ചനും നയിക്കാമ്പറമ്പിലച്ചനും ഒക്കെ ചേർത്ത് പിടിച്ച് ആ സ്റ്റേജിൽ ഒന്നിച്ച് നിർത്തി അവരിലൂടെ, ഇപ്പം ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ കാരണം എന്നാ? ഞാൻ അതിശക്തനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. രാഷ്ട്രീയത്തിന് വേണ്ടി ജീവൻ കളഞ്ഞ ആളാണ്. പക്ഷേ ഒരു നിമിഷം കൊണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ കാരണം PJ ആൻ്റണി എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാലെ കെട്ടാൻ ഞാൻ ഇല്ലല്ലോ എന്ന് ചിന്തിച്ചു. ഇത്രയും ഉയർന്ന രാഷ്ട്രീയക്കാരൻ ഇത് ഉപേക്ഷിക്കാമെങ്കിൽ എനിക്കെന്തേ ഈ രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ മേലെ ചിന്താഗതി വന്നു. ജെനുവിനായിട്ടുള്ള രാഷ്ട്രീയം ആകാം, അല്ലാതെ ഈ ഇതിനകത്തുള്ള ഈ അക്രമ രാഷ്ട്രീയം, മറ്റ് അഴിമതിയും കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിക്കാന്നുള്ള അർത്ഥം. അതെ. അപ്പം ആ ഒരു തീരുമാനം എടുക്കാനിടയായത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ്. അപ്പം അന്ന്
ഈ അൽമായരെയും കൂടി അതിശക്തമായി ചേർത്ത് പിടിക്കുകയായിരുന്നു സഭ. പക്ഷെ ഇന്നത്തെ ഇപ്പോൾ എൻ്റെ ഒരു വേദന, എന്നെപ്പോലെ അനേക ശുശ്രൂഷകരുടെ ഒരു വേദനയുണ്ടെന്ന് ഞാൻ അറിയുന്നേ. അനേകർ ശുശ്രൂഷകർ അൽമായര് നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, സാക്ഷ്യമുള്ളവരുണ്ട്, അതിശക്തമായ വചനം പറയാൻ അറിയാവുന്നവരുണ്ട്, അതിശക്തമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ അവരെ സഭയോട് ഇന്ന് ചേർത്ത് നിർത്താത്തതിൽ എനിക്കൊരു ഖേദവും മാനസിക വേദനയും എന്നോടൊപ്പം അനേക അൽമായർക്കുമുണ്ട്. അത് ചേർത്ത് നിർത്താത്തതാണോ ചേർന്ന് നിൽക്കാത്തതാണോ? ചേർത്ത് നിർത്താത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയില്ല. അത് നമ്മുടെ സഭാ നേതൃത്വമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പം ഞാൻ ഈയിടെ ഇപ്പോഴും ഒത്തിരി ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ അൽമായരായിട്ടുള്ള ഒത്തിരി ശുശ്രൂഷകർ ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട്. എന്താണ് ഒന്നുകൂടെ കൂടുതൽ അൽമായര് അതിനൊരു ബൂസ്റ്റപ്പ് കൊടുക്കാൻ കാണുന്നില്ല ബ്രദർ. ഇപ്പം പഴയ ഒരു അനുഭവത്തിലൂടെ എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കാലഘട്ടത്തിലൊന്നും ഈ ശുശ്രൂഷയോടുള്ള ആഭിമുഖ്യം പുലർത്തുന്ന അങ്ങനെയുള്ള ആൾക്കാർ പുതുതായിട്ടും ആരും കടന്നു വരുന്നുമില്ല. പഴയുള്ളവർ എന്താണെന്ന് ആദ്യ കാലഘട്ടത്തിൽ നമുക്കൊരു സ്പിരിച്വൽ ഫാദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ നമ്മളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ അച്ഛൻ നമ്മളെ വിളിക്കുന്നു, ആ അച്ഛൻ സ്നേഹം പങ്കുവെക്കുന്നു, ആ അച്ഛൻ തന്നെ പറയുന്നു, ഇവിടെ ഇന്ന പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് നീ പോയി വചനം പറ. അങ്ങനെയൊക്കെ നമ്മളെ ഒരു ഫോർമേഷൻ തരുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല. എന്താണെന്ന് എനിക്കതിൻ്റെ കാര്യം അറിയില്ല. എന്താണെങ്കിലും നമ്മളെ വിളിക്കപ്പെട്ടവൻ അന്ത്യം വരെയും വിശ്വസ്തനായി നിന്ന് തെരുവിലാണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും ധ്യാനകേന്ദ്രത്തിലാണെങ്കിലും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഈ വചനം, മാറ്റമില്ലാത്ത സത്യമായി വചനം വിളിക്കപ്പെട്ടവൻ പറഞ്ഞിരിക്കണം. ബ്രദറിൻ്റെ ഈ തീക്ഷ്ണമായ തീവ്രമായ ഈ ആഗ്രഹത്തെ നിശ്ചയമായിട്ടും ദൈവം മാനിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാം വരവ് വരെയും വിളിച്ച ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ചേർന്ന് നിന്നുകൊണ്ട് അവനേൽപ്പിച്ച ആ സുവിശേഷം അത് ലോകത്തോട് വിളിച്ചു പറയാൻ, അതെവിടെയായാലും, അത് കേരളത്തിലായാലും അമേരിക്കയിലായാലും ലോകത്തിൻ്റെ ഏത് കോണിലായാലും സുവിശേഷം പറയണം എന്നുള്ള ഒരു വലിയ വാഞ്ച അത് അങ്ങയുടെ ഉള്ളിൽ ഇനിയും കൂടുതലായിട്ട് കത്തിജ്വലിക്കട്ടെ. അങ്ങയുടെ കുടുംബം, അങ്ങയുടെ ജോലി മേഖലകൾ എല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബ്രദർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് അങ്ങയുടെ ഉള്ളിൽ കത്തുന്ന ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു തീയുണ്ടല്ലോ, അത് നമ്മുടെ ജനങ്ങളുടെ മേലൊന്ന് പകർന്ന് അങ്ങൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയപ്പെട്ട സുവിശേഷ ശുശ്രൂഷയിൽ ദൈവം വിളിച്ച പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, നിങ്ങളുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധിയും പ്രതികൂലവും തകരുന്ന അനുഭവങ്ങളുണ്ടാകാം. പക്ഷേ നമ്മെ വിളിച്ച യേശു വലിയവനാകയാൽ എന്നെ ഇന്ന് മാനിച്ച് ഉയർത്തിയ ദൈവം നിങ്ങളെയും മാനിച്ച് ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആരും തളരാതെ കർത്താവിൻ്റെ മടങ്ങി വരുവരെയും നമ്മളെ ഏൽപ്പിച്ച ദൗത്യം വിശുദ്ധന്മാരും രക്തസാക്ഷികളും ചെയ്തതുപോലെ ചെയ്യുവാൻ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.